ഫോഗ്ലി കാണണം. ഫോഗ്ലി ഫോഗ്ലി ഫോഗ്ലി. ഫൗഗ്ലി വന്നോടെ ഞാൻ രക്ഷപ്പെട്ടു. ആ ദുഷ്ടന്മാർ ഓടി. ചക്കര ഫൗഗ്ലി. പിന്നെ നിങ്ങൾ വിളിച്ചാ വരാതിരിക്കാൻ പറ്റുവോ? ഈ കാട്ടിൽ അകപ്പെടുന്നവരെ രക്ഷിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളു. എന്ത് ചെയ്യാനാ? എന്നെയും കൊണ്ട് ഈ കാടൊന്ന് കാണിച്ചു തരൂ. പിന്നെന്താ, വാ. ഡോണ്ട് മൂവ്. ആരടാ അത്? ഹായ്, വീണ്ടും ഫൗഗ്ലി. ഒറിജിനൽ ഫൗഗ്ലി. താമസം അമേരിക്ക. ഞാൻ അറിഞ്ഞു എന്റെ ഫേസും വെച്ച് ഒരുത്തൻ ഇവിടെ ഷൈൻ ചെയ്യുന്നു. അത് നീയാ? പക്ഷെ ഞാൻ വിളിച്ചപ്പോ ആദ്യം വന്ന് ഈ ഫൗഗ്ലിയ. അവൻ വരും. അവനെ ഇവിടത്തെ വള്ളി തൂങ്ങി വന്നാ മതി. ഞാൻ അങ്ങ് അമേരിക്കയിലല്ലേ. അമേരിക്കയിൽ നിന്ന് കടല് കടന്നു വരണ്ടേ. കടലിലാണെങ്കിൽ വള്ളിയില്ല. അതുകൊണ്ട് ഞാൻ നേപ്പാൾ, ഭൂട്ടാൻ, സിക്കിം, മേഘാലയ, സൂപ്പർ ലോട്ടോ. നാളെ കഴിഞ്ഞാൽ മറ്റന്നാളാണ്. നേപ്പാൾ വഴിയാണ് വന്നത്. അതുകൊണ്ട് ഞാൻ അല്പം റേൽക്കായി ക്ഷമിക്കൂ. ഇവിടെ വന്ന് ഈ വള്ളിയൊക്കെ ലുക്കിയപ്പോൾ ഭയങ്കര ഹാപ്പി. അമേരിക്കയിൽ തൂങ്ങാൻ വള്ളിയില്ല. അമേരിക്ക എഴുതുമ്പോഴേ അതിനകത്തൊരു വള്ളി ഉണ്ടല്ലോ, നീ അതേ കയറി തൂങ്ങടേ. അപ്പൊ മോളെ, എന്തോ നമുക്ക് മരത്തിൽ കയറി പഴങ്ങളൊക്കെ പറിച്ച് തിന്ന് പുഴയിൽ പോയി മുങ്ങി കളിക്കാം. ഹായ്, അടിപൊളി. യു മീൻ സ്വിമ്മിംഗ് ടു പുഴ? നമുക്ക് ഒരുമിച്ച് പോവാ. ഞാൻ ഇന്ന് ഈ വള്ളിയിൽ തൂങ്ങി പൊളിക്കും. പൊളി വൈബ്. പൊളിക്കുന്നൊക്കെ കൊള്ളാം. കാടിന്റെ മുക്കിന് മൂലൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഓവർ സ്പീഡിന് പെറ്റിയടിച്ച എന്റെ പൈസ ഇല്ല തരെ. ആ കങ്കാരുവാണെ വൈറ്റി കൊച്ചിനെ ഇട്ട് ബൈക്കിൽ പോയപ്പം ഓവർലോഡിന് പെറ്റിയടിച്ചു കൊടുത്തു. ഓ, നിങ്ങൾ തൂങ്ങിയും പറക്കുകയും ഒന്നും വേണ്ട. നിങ്ങൾ എന്റെ കൂടെ ഡാൻസും കളിച്ച് ഇങ്ങനെ വന്നാ മതി. നമ്മൾക്ക് പുഴയിൽ കുളിച്ചിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. എല്ലാ പാടും ഏറ്റെടുക്കാൻ അവിടെ റെഡിയാണ്. മണിക്കൂട്ടൻ ഞങ്ങളുടെ ചക്കരയാണ്. മണിക്കൂട്ടൻ ഇല്ലെങ്കിൽ കട്ടൊന്നുമില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞു ഈച്ചടിച്ചു തുടങ്ങി. അപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ, എങ്ങനെയുണ്ട് നമ്മുടെ പിള്ളേരുടെ കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി. കാരണം ജംഗൽ ബുക്കേ നമ്മൾ കണ്ടിട്ടുള്ളൂ. സിംഗിൾ ബുക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് ഇവരിന്ന് പെർഫോം ചെയ്തിട്ട് പ്ലേ ചെയ്തിട്ട് ഞാനാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. പറയില്ല. അതായത് ഇന്ത്യയിലുള്ള ഇതാണ് മോഗ്ലി എന്ന് പറയുന്ന സംഭവം. ഇന്ത്യൻ കാർഡുകളെ കുറിച്ച് എഴുതിയൊരു ഇതാണ്. എന്നിട്ട് ഈ മോഗ്ലി വന്നു കഴിഞ്ഞിട്ട് പിന്നെ അമേരിക്കൻ മോഗ്ലി വരുന്നു. അതിനിടയ്ക്ക് ഇവര് കൊള്ള സങ്കേതക്കാർ മോളെ പിടിച്ചോണ്ട് വരുന്നു. വീട്ടിൽ വിളിച്ചോണ്ട് നീയൊക്കെ ദയവ് ചെയ്ത് അവിടെ നിർത്തിയത്. കാരണം ഇപ്പൊ ഈ വെക്കേഷൻ തുടങ്ങിയപ്പോ പല അച്ഛനും അമ്മമാരുടെ ഒരു ചെറിയ പ്രശ്നമാണ്. ഈ മക്കളെ ഈ പറഞ്ഞ ഇവിടെ കൊണ്ട് ചേർക്കും, എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ. ഞാൻ എനിക്കറിയില്ല. അവര് കാട്ടിലോട്ട് കൊണ്ടുവരുന്നു. അവിടെ ഈ പറഞ്ഞ ഫോഗ്ലി രക്ഷപ്പെടുത്താൻ വരുന്നു. ഇനി ഫോഗ്ലി തമ്മിൽ മത്സരം. അതായത് ഇത് അമേരിക്കയിലുള്ളതാണ് നേരത്തെ ഫോഗ്ലി, ഇവിടെ ഉള്ളതാണ്. അത് ഗംഭീരമായിരുന്നു. ആ ട്വിസ്റ്റ് നിങ്ങളെല്ലാം നന്നായി പെർഫോം ചെയ്തു. ആരാണെന്ന് മാത്രം നമുക്ക് അറിയാം. അത് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ എനിക്ക് ഈ മോഗ്ലി ഇല്ല, എനിക്ക് ഇവരെ രണ്ടുപേരും പൊതുവെ മാറിപ്പോവും. പക്ഷെ ഇവര് ഇപ്പം ആര്യനായിട്ട് വന്നപ്പോ ആര്യനെ എനിക്ക് എപ്പോഴും മാറിപ്പോ രണ്ടുപേരെയും. അപ്പം ഇപ്പൊ രണ്ടുപേരെയും മോഗ്ലിയിട്ട് വന്നപ്പോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൽ ആരാണ്. ഞാൻ വിചാരിച്ച എപ്പോഴും സ്കിപ്പ് ചെയ്യുമ്പോ എന്റെ മനസ്സിലൊരു പയ്യനുണ്ടല്ലോ. അപ്പൊ എനിക്ക് സംശയം ഇതില് ഇവനാണോ അവൻ, അല്ല അവനാണോ ഇവൻ എന്നുള്ളത്. വേറെ ഇവർ രണ്ടുപേരും
നന്നായി ഡാൻസും ചെയ്യും. അതെ അതെ, അടിപൊളിയാണ്. അല്ലേ? അതെ, അടിപൊളിയായിരുന്നു. അടിപൊളി. ക്ലൈമാക്സ് ഗംഭീരമായിരുന്നു, എല്ലാം സൂപ്പറായി. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ മക്കളെ സന്തോഷമല്ലേ? ശരിക്കും ശരിക്കും കാട്ടിന്റെ ഉൾപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഞങ്ങളുടേതും. അപ്പൊ താങ്ക് യു സോ മച്ച്. നല്ലോണം എന്റർടൈൻഡ് ആയി ഞങ്ങൾ എല്ലാവരും. പൊളി 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 പൊളി. താങ്ക് യു.